സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നാട്ടൊരുമ കൂട്ടായ്മൻ്റെ വക ഒരു വൺ ഡേ ടൂർ പോവുകയാണ് ഊട്ടിയിലോട്ട് കേട്ടോ. അപ്പോൾ ഈ ടൂറ് പോകുന്നത് എവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന്, അതായത് ചുള്ളിയോട്ടിൽ നിന്നാണ്. മലപ്പുറം നിലമ്പൂർ ചുള്ളിയോട്ടിൽ നിന്നാണ് ഈ ടൂറ് പോകുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ ഊട്ടിയിൽ ഈ മൊട്ടക്കുന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പാക്കേജിൽ ഏകദേശം 49 പേരുണ്ട്. ബസ്സിൽ 49 ആൾക്കാരുണ്ട്. നമ്മൾ ഏകദേശം 1000 രൂപ ചിലവിലാണ് ഏകദേശം ഞങ്ങൾ പൂക്കോട്ടുംപാടം ചുള്ളിലോട്ടുനിന്ന് ഏകദേശം 100 കിലോമീറ്ററോളം ഈ ഊട്ടിയിലോട്ട്. അപ്പോൾ ഈ 1000 രൂപേൻ്റെ പാക്കേജിലാണ് ഞങ്ങൾ ബസ് ടിക്കറ്റ്, അതേപോലെ തന്നെ 3 നേരത്തെ ഫുഡ്, അതുപോലെ തന്നെ ടിക്കറ്റ്, പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെ ടിക്കറ്റ് അടക്കമാണ് ഞങ്ങൾ ഈ പാക്കേജ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾ സന്ദർശിച്ചത് ആ മൊട്ടക്കുന്നാണ്. അവിടുന്ന് രണ്ടാമത് വന്നിട്ടുള്ളത് ഈ കർണാടക പാർക്കിലോട്ട് കേട്ടോ. ഈ കർണാടക പാർക്കിൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതിർന്നവർക്ക്, അഡൾട്ട് ആൾക്കാർക്ക് 100 രൂപയും 6 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 50 രൂപയാണ് ടിക്കറ്റ്. അങ്ങനെ ഞങ്ങൾ 49 പേരും പ്ലസ് കുട്ടികളും ടിക്കറ്റ് എടുത്ത് അങ്ങനെ ഈ കർണാടക പാർക്കിൻ്റെ ഉള്ളിലോട്ട് കടന്നാണ്. ഇത് ഒരുവിധം ആൾക്കാരൊന്നും ഈ പാർക്ക് കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. കാരണം നമ്മൾ സാധാരണ ഊട്ടി പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ബൊട്ടാണിക്കൽ ഗാർഡൻ പോവുക, അല്ലെങ്കിൽ ബോട്ട് ജെട്ടി പോവുക, ഇങ്ങനെ കുറച്ച് കാഴ്ചകളാട്ടെ, തേയില ഫാക്ടറി പോവുക, ഇങ്ങനെ കുറച്ച് കാഴ്ചകളാണ് നമ്മൾ കാണാറ്. പക്ഷേ ഈ കർണാടക പാർക്കിനെ കുറിച്ച് നമുക്കറിയില്ല. ഒരുപാട് സമയം നമുക്കുണ്ട്. 100 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ്. സമയം നമുക്കുണ്ടെങ്കിൽ ഒരുപാട് നേരം ഇവിടെ നമുക്ക് വിശ്രമിക്കുക, അതുപോലെ തന്നെ സെൽഫി എടുക്കുക, ഫോട്ടോസ് എടുക്കുക, വീഡിയോ ചിത്രീകരിക്കുക, പലവിധ കാഴ്ചകളുണ്ട്. ഇത് അവസാനം ഈ പാർക്കിൻ്റെ അവസാനം ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തൂക്കുപാലം കേട്ടോ. ആ തൂക്കുപാലത്തിൻ്റെ ടോപ്പിൽ നമ്മൾ കയറി അങ്ങേ ഭാഗം നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവിടെയാണ് ഇത് എൻഡ് കിടക്കുന്നത്. അത് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണില്ല. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിലാണുള്ളത്. അപ്പോൾ സമയം ഏകദേശം ഒരു 12 മണി ആവുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. രാവിലെ നാസ്ത കഴിച്ച് കണ്ട് ഞങ്ങൾ വഴിയിൽ നിന്ന് നാസ്ത കഴിച്ച്, നാടുകാണിൽ നിന്നൊക്കെ നാസ്ത കഴിച്ച് ഇറങ്ങി പോകുന്നതാണ്. ഇനി ഫുഡ് കഴിക്കണം. ഈ പാർക്കിൻ്റെ അവസാനമാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്നത്. ഫുഡൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ, ഈ പാർക്കിനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു കമൻറ്റൊക്കെ ചെയ്യുക. കാരണം നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല തണുപ്പാണ്. ഊട്ടീൻ്റെ പ്രത്യേകത പറഞ്ഞാൽ തണുത്തൊരു കാലാവസ്ഥയാണ്. അപ്പോൾ ഇത് ജനുവരി 26-നാണ് ഞങ്ങൾ ഈ ടൂർ വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു വന്നാലോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ ഈ കർണാടക പാർക്കൊക്കെ ഒന്ന് കണ്ടുവരിക. അതുപോലെ തന്നെ ഞങ്ങൾ പിന്നെ പോകുന്നത് തേയില ഫാക്ടറിയിലോട്ടാട്ടോ. തേയില ഫാക്ടറി കുറച്ച് ദൂരം ഓടിയിട്ടാണ് നമ്മൾ തേയില ഫാക്ടറി പോകുന്നത്. അവിടുത്തെ വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചോക്ലേറ്റ് ഫാക്ടറിയിൽ കാണുന്നുണ്ട്. തേയില വാങ്ങിക്കുന്നവർക്ക് വാങ്ങിക്കാം. ഇതിനൊക്കെ സൗകര്യം ഉണ്ടോ. പിന്നെ ഞങ്ങൾ ടൂർ ഗ്രൂപ്പിലെ പലവിധ രസകരമായ സംഭവ വികാസങ്ങൾ, ഓരോരുത്തർ പാട്ട് പാടുന്നത്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ല. അപ്പോൾ ഞങ്ങളൊപ്പം വന്നവരൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ വിശേഷം ഒപ്പം കണ്ടു വന്നവരാണ്. 49 പേര് മുതിർന്നവരുണ്ട്. അതുപോലെ തന്നെ 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുണ്ട്, 60 വയസ്സിന് താഴെയുള്ളത്, 50 വയസ്സുള്ളവരുണ്ട്, 30 വയസ്സുള്ളവരുണ്ട്, 40 വയസ്സുള്ളവരുണ്ട്, കല്യാണം കഴിഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുണ്ട്, 2 വയസ്സിന് മുകളിലുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഉൾപ്പെട്ട ഒരു പാക്കേജ് ആട്ടോ. അപ്പോൾ ടീച്ചർമാരുണ്ട്, ടീച്ചർ നമുക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുക്കണമെന്നുണ്ട്. അതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ഒരുപാട് അനുഭവ കഥകൾ അവരൊക്കെ വിശദീകരിക്കുന്ന വീഡിയോയിൽ നമ്മൾ ഫുള്ളായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല ലെങ്ത് കാരണം. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ കർണാടക പാർക്കാണ്. ഇതുണ്ട്, അതൊരു കൂടിനുള്ളിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അപ്പോൾ കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ. ഓക്കെ, ഇതാണ് ഞങ്ങളെ നാട്ടൊരുമ കൂട്ടായ്മൻ്റെ 2ാം വർഷം കഴിഞ്ഞ് 3ാം വർഷത്തിലൂടെ കിടക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ, നാട്ടൊരുമ വാട്സപ്പ് കൂട്ടായ്മയുടെ പലവിധ പരിപാടികളൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ പരിപാടിയും നിങ്ങൾ നെഞ്ചിലേറ്റണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങൾ ഈ ടൂറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ആണ് നമ്മുടെ മജീദ് അക്കർ. അദ്ദേഹം ഒരു രാഷ്ട്രീയ സാംസ്കാരിക ഒരു പ്രവർത്തകനാണ്, സാമൂഹിക പ്രവർത്തകനാണ്. ഏത് മേഖലയിലും അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചൊരു വ്യക്തി കൂടി നമ്മുടെ ഈ ടൂർ ഗ്രൂപ്പിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പലവിധ സംഭാഷണങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ കണ്ടു മനസ്സിലാവും. അദ്ദേഹം ഈ കൂട്ടായ്മയിലെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തും വിധം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നമുക്ക് കാണാം. അദ്ദേഹം ഒരു ടൂർ ഗൈഡല്ല, എന്നാലും ഒരു ടൂർ ഗൈഡിൻ്റെ
ഒക്കെ ഒരു തനിമ പുലർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഞങ്ങൾ ഈ ടൂർ യാത്രയിൽ പങ്കെടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് നമ്മൾ സാധാരണ നമ്മൾ ഊട്ടിയിൽ കാണാത്ത ഒരുപാട് സ്ഥലങ്ങൾ അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാലേട്ടൻ്റെ അതൊക്കെ റെസ്റ്റ് ഹൗസ്, അതുപോലെ തന്നെ അതിൻ്റെ വീട്ടിലോട്ട് പോകുന്ന ഗേറ്റ്, ഇതൊക്കെ നമുക്ക് വഴിയരികിൽ കൂടെ അദ്ദേഹം കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ കൃഷിയിടങ്ങൾ, കൃഷിസ്ഥലങ്ങൾ നമ്മൾ കാണുന്ന സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ കൂടി അതൊക്കെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് ഇത്രയും അത്ഭുത കാഴ്ചകൾ ഈ ഊട്ടിയിലുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നുക എന്നാണ്. അപ്പോൾ ഈ ഗാർഡൻ്റെ ചരിത്രത്തിലോട്ടൊന്ന് അല്പം കടന്നു കഴിഞ്ഞാൽ, കർണാടകയിലെ ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഊട്ടിയിലെ ഫോൺ ഹില്ലിൽ വികസിപ്പിച്ചെടുത്ത സിരി ഹോർട്ടിക്കൾച്ചർ ഗാർഡൻ, ടോപ്പിയറി ഗാർഡൻ, പുൽത്തകിടികൾ, പൂക്കളങ്ങൾ, ഇറ്റാലിയൻ പൂന്തോട്ടം, മോസ് ഗാർഡൻ, റോസ് ഗാർഡൻ, സൺകെൻ ഗാർഡൻ, ജലാശയങ്ങൾ, തേയിലത്തോട്ടങ്ങൾ എന്നിവയാണ് ഈ ഉദ്യാനത്തിന്റെ പ്രധാന സവിശേഷതകൾ. 50,000 ചട്ടികളായി വളരുന്ന വിവിധ ഇനം പൂക്കളും ഈ പൂന്തോട്ടത്തിന്റെ അധിക ആകർഷണീയമായിരിക്കും. മേപ്പിൾ ട്രീ അവന്യൂ, ഓർക്കിഡുകൾക്കും ഔഷധ സസ്യങ്ങൾക്കും പ്രത്യേകം സ്ഥലം എന്നിവയാണ് മറ്റു സവിശേഷതകൾ. പൂന്തോട്ടങ്ങളുടെയും പാർക്കുകളുടെയും സമ്പത്തിന് പേരുകേട്ട ഈ മലയോര പട്ടണത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതു ഉദ്യാനമാണിത്. പുതിയ കാലഘട്ടത്തിലെ വിനോദസഞ്ചാര കേന്ദ്രമായി ഇത് എത്തിയിരിക്കുന്നു. കൂടാതെ ടൂറിസത്തിലൂടെ അന്തർ സംസ്ഥാന സഹകരണത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു. പഴയ മൈസൂർ രാജ്യത്തിന്റെ സ്വത്തായിരുന്നതും 1964 മഹാരാജാവ് കർണാടക സർക്കാരിന് സമ്മാനിച്ചതുമായ ഭൂമിയിലെ സ്ഥാപിതമായ KSHG ചെരിവുകൾ, താഴ്വരകൾ, ചെക്ക് ഡാമുകൾ, തേയിലത്തോട്ടങ്ങൾ, ഔഷധത്തോട്ടങ്ങൾ, മരങ്ങൾ എന്നിവയ്ക്കിടയിൽ വ്യാപിച്ചു കിടക്കുന്നു. ഫ്രിഡ്ജ് സോൺ, ഗ്ലാസ് ഹൗസ്, പുൽമേടുകൾ, ഇറ്റാലിയൻ പൂന്തോട്ടം, ചെറിയ തടാകങ്ങൾ, പോളി ഗ്രീൻ ഹൗസുകൾ, സാൻഡിനോ ആടുകൾക്കുള്ള ഇടം, നീലഗിരിയുടെ ഒരു പ്രത്യേകത എന്നിവ പൂന്തോട്ടത്തിലെ മനോഹരമായ ചാരുതയ്ക്ക് മാറ്റുകൂട്ടുന്നു. ഊട്ടിയിലെ ഈ പാർക്ക് തീർച്ചയായും സന്ദർശിക്കേണ്ട ഒന്നാണ്. എന്തുകൊണ്ടെന്ന് ഇതാ. കർണാടക പാർക്ക് കർണാടക സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ്. പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊന്നായ കർണാടക സന്ദർശകർക്ക് നിരവധി ആകർഷണങ്ങൾ നൽകുന്നു. പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ദൃശ്യങ്ങൾ മുതൽ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം വരെ കർണാടകയിൽ എല്ലാവർക്കുമായി ചിലതുണ്ട്. പൈതൃക സ്ഥലങ്ങളും സ്മാരകങ്ങളും മാറ്റി നിർത്തി പ്രകൃതിയുടെ മഹത്വത്തിൽ അല്പം സമയം ചെലവഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർണാടക പാർക്ക് സന്ദർശിക്കുന്നത് നിർബന്ധമാണ്. ഊട്ടിയിലെ മനോഹരമായ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന കർണാടക പാർക്ക് കർണാടക സിരി ഹോർട്ടിക്കൾച്ചർ ഗാർഡൻ എന്നും അറിയപ്പെടുന്നു. നിങ്ങൾ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത സ്ഥലമാണിത്. 38 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന കർണാടക പാർക്ക് തമിഴ്നാട് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള നീലഗിരി ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കർണാടക സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ്. പാർക്കിംഗ്, ടോയ്ലറ്റ് സൗകര്യങ്ങൾ, റെസ്റ്റോറൻറ്റുകൾ, ആളുകൾക്ക് താമസിക്കാനുള്ള ഹോസ്റ്റലുകൾ എന്നിവ ഉൾപ്പെടെ എല്ലാ അവശ്യ സൗകര്യങ്ങളും ഇത് നൽകുന്നു. പ്രവേശന ഫീസ് അടച്ച ശേഷം നിങ്ങൾക്ക് പരിസരത്ത് ആസ്വദിക്കാം. പാർക്ക് രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ തുറന്നിരിക്കും. ടോപ്പിയറി ഗാർഡൻ, മോസ് ഗാർഡൻ, സൺകെൻ ഗാർഡൻ, റോസ് ഗാർഡൻ, ഇറ്റാലിയൻ ഗാർഡൻ, ടീ ഗാർഡൻ എന്നിവയാണ് കർണാടക പാർക്കിലെ പ്രധാന ആകർഷണങ്ങളിൽ ചിലത്. പാർക്കിന്റെ നീളത്തിലുള്ള വീതിയിലും പലതരം വർണ്ണാഭമായ പൂക്കളങ്ങൾ വിരിഞ്ഞു നിൽക്കുന്നു. മേസ് ഗാർഡൻ ഒരു ഔട്ട്ഡോർ ലബിരിന്ത് പോലുള്ള ഘടനയാണ്. പാസേജ് വേകളായി വേർതിരിക്കുന്നതും തികച്ചും രൂപകൽപ്പന ചെയ്ത് ഹെഡ്ജ് മതിലുകൾ. പാർക്കിങ്ങിനുള്ളിൽ പുഷ്പചിത്രങ്ങളും ചുവർ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഒരു ഗ്ലാസ് ഹൗസും ഉണ്ട്. ധാരാളം ചെടികളും പൂക്കളും നിറഞ്ഞ ഇടനാഴിയിലൂടെ ഒന്ന് നടക്കണം. നോർവേ സ്പ്രൂസ് ചെടിയുടെ ഇലകൾ ഉപയോഗിച്ചാണ് കൗതുകകരമായ പ്രതിമകൾ സൃഷ്ടിക്കുന്നത്. വാസ്തവത്തിൽ നിങ്ങൾ എവിടെ നോക്കിയാലും പാർക്കിന്റെ വശങ്ങളിൽ നിരനിരയായി നിൽക്കുന്ന നോർവേ സ്പ്രൂസ് മരങ്ങൾ നിങ്ങൾക്ക് കാണാനാവും. ഊട്ടിയിൽ സന്ദർശിക്കേണ്ട നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കർണാടക സിരി ഹോർട്ടിക്കൾച്ചർ ഗാർഡൻ അത്തരത്തിലുള്ള ഒന്നാണ്. നിരവധി വിനോദസഞ്ചാരികൾ അവരുടെ യാത്രയിൽ ഇനിയും പര്യവേഷണം ചെയ്യാത്ത സ്ഥലമാണിത്. ദമ്പതികൾക്കിടയിൽ
ലും കുട്ടികളുള്ള കുടുംബങ്ങൾക്കിടയിലും വ്യാപകമായി പ്രചാരമുള്ള ഈ പൂന്തോട്ടം സ്ഥലത്തിന് ചുറ്റുമുള്ള അദൃശ്യമായ സൗന്ദര്യത്താൽ ചുറ്റപ്പെട്ട മികച്ച വിനോദ അനുഭവം നൽകുമെന്ന് സന്ദർശകർക്ക് വാഗ്ദാനം ചെയ്യുന്നു. അലഞ്ഞു തിരിയുന്നവർക്കും ഫോട്ടോഗ്രാഫർമാർക്കും പ്രകൃതി ഭംഗിയുള്ളവർക്കും ഒരു മികച്ചതും ആനന്ദകരവുമായ ഒരു ലക്ഷ്യസ്ഥാനമായ കർണാടക സിരി ഹോർട്ടിക്കൾച്ചർ ഗാർഡൻ പച്ചപ്പിന് നടുവിൽ ശാന്തമായ സമയം ആസ്വദിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു. ഊട്ടിയിലെ പ്രശസ്തമായ ത്രൈഡ് ഗാർഡനിൽ നിന്നും റോസ് ഗാർഡനിൽ നിന്നും അല്പം അകലെ ഫോൺ ഹില്ലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ലേഷർ പാർക്ക് അരാജകമായ ജീവിതത്തിൽ നിന്ന് വളരെ അകലെ തങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി അവിസ്മരണീയമായ നിരവധി ഓർമ്മകൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു മികച്ച വാരാന്ത അവധിക്കാലം പ്രദാനം ചെയ്യുന്നു. നിങ്ങളുടെ ഊട്ടി പര്യടനത്തിൽ വിശ്രമിക്കാനും പോകേണ്ട സ്ഥലമാണിത്. 38 ഏക്കർ സ്ഥലത്ത് പരന്നു കിടക്കുന്ന കർണാടക സിരി ഹോർട്ടിക്കൾച്ചർ ഗാർഡൻ റോസ് ഗാർഡൻ, ഇറ്റാലിയൻ ഗാർഡൻ, ടീ ഗാർഡൻ, മേഴ്സ് ഗാർഡൻ, സൺകെൻ ഗാർഡൻ, ടോപ്പിയറി എന്നീ വിവിധ ഭാഗങ്ങളെ വിഭജിച്ചിരിക്കുന്നു. ഹിൽ സ്റ്റേഷനിലെ രണ്ടാമത്തെ വലിയ ഉദ്യാനമായി കണക്കാക്കപ്പെടുന്ന ഈ പൂന്തോട്ടം ജീവിതത്തിൽ എല്ലാ തുറകളിൽ നിന്നുമുള്ള അവധിക്കാല വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ പുഷ്പ കിടക്കൾക്കൊപ്പമുള്ള നിരവധി പുൽത്തകിടുകളും ഇവിടെയുണ്ട്. അങ്ങനെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. അങ്ങനെ നമ്മൾ ആ ടോപ്പ് ഹില്ലിൽ, അതായത് ആ തൂക്കുപാലത്തിൻ്റെ മുകളിലോട്ട് കയറാൻ പോവുകയാണ്. അങ്ങനെ ഇതിൻ്റെ ഏകദേശം പാലൊക്കെ ബ്രിഡ്ജൊക്കെ കയറി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വാഹനം പാർക്ക് ചെയ്യുന്ന സ്ഥലത്തെത്താനായി. അപ്പോൾ കുറച്ച് അല്പം വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നതുവരെ ബാക്കിയുള്ള ഭാഗങ്ങളും താഴ്മയെ കാണണമെന്ന് അപേക്ഷിക്കുന്നു. സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാലാണ് ഈ അതിമനോഹരമായ ഗാർഡൻ്റെ വിഷയങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത് ഏത് വകയിലെ കൊടുത്തോന്ന് പറഞ്ഞു. തുല്യത പരീക്ഷ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ വകയില് ഓലെ രണ്ടാള് 7ാം ക്ലാസ്സിൽ കെട്ടിച്ചുകൊണ്ട് ഓർക്ക് 8ഉം 9ഉം 10ഉം പഠിക്കാൻ പറ്റിയില്ല. അപ്പൊ ഒരു 10ാം ക്ലാസ് പരീക്ഷ ഏറ്റവും ടോപ്പ് മാർക്ക് കുഞ്ഞുമ്പം വാങ്ങി, അതില് 2 മാർക്ക് കുറച്ച് സബിനെയും വാങ്ങി. അപ്പൊ അതിന്റെ പൈസ നിന്നോ പഠിച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. അന്യോന്യം പോരാടി നിൽക്കേണ്ട പൊന്നാണി ക്ഷേത്രങ്ങൾ പള്ളികൾ തീർത്തോളി. ഒരു വാക്ക് കരയിൽ
നാട്ടർമ കൂട്ടായ്മൻ്റെ വൺ ഡേ ടൂറിൽ ഞങ്ങൾ ചായപ്പൊടി ഫാക്ടറി ആട്ടോ കാണാൻ പോകുന്നത്. ഈ ചായപ്പൊടി ഫാക്ടറിയാണ് ആൾക്കാർ നടന്നു പോയതാണ് ആ കാണുന്ന ഫാക്ടറി. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ പുറപ്പെട്ടാണ്. ഇതിൻ്റെ മുന്നേറ്റ് നമ്മൾ കർണാടക പാർക്കിൽ നമ്മൾ പോയി അവിടുത്തെ വിശേഷങ്ങൾ കണ്ടു. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാനാണ് കയറി സ്റ്റെപ്പ് കയറി പോവുക.
കശകും പീഡിത്തോടെ അതിനാൽ അകലകൾ പുളവായി അവരവർ പതിയിൽ മാണന്തീടെ ഗുണമുടെ ശുദ്ധോകളുടെ ജലാസകളെടുത്തീടെ ഒലിവിൽ കവിതകൾ ചെയ്തിട്ടുടലുകൾ ശർക്കും പാരുത്തി കഥയിത് മൊഴിക്ക് വള്ളുവനാട്ടിൽ ജമലാനി അവരും കലകമഫുരുതൻ കോമുകുരും ബന്ധാടുത്താനേ ഈനാമേ മലപ്പുറം മസ്ജിദയിടത്ത് ഈനാമേ മലപ്പുറം മസ്ജിദയിടത്ത് കീടത്തീടെ കുസുമത്തിട് പടിപ്പലമുൽ മറസത്തിനകമിൽ മാനന്തീടെ മണമുടപ്പും ഒലുകുടാലവും മീലങ്കീടെ അവരെ മകൾ കശപ്പും കറമുകൾ പൊരിയിൽ വീണങ്കീടെ കഥയിത് മൊഴിക്ക് വള്ളുവനാട്ടിൽ ജമലാനി അവരും കലകമഫുരുതാൻ കൂമുകുടും ബന്ധാടുത്താനേ കുതുകുല പടയും കശക് പെരുന്തോർ വാക്ക് താനേ അവർ കുറുമായത് കൊണ്ടകമിളന്നകും മുമ്പേരു നാടാകെ ചൊല്ലണേ നാട്ടാരും ചൊല്ലണേ കാടാണ് കരളിയിലെന്ന് കൊടും കാടാണ്